താമരശ്ശേരിയിൽ മയക്കുമരുന്ന് അടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. അടിവാരം സ്വദേശിനി സുബൈദയാണ് കൊല്ലപ്പെട്ടത്. മകൻ ആഷിഖ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഈ ലഹരിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന മകൻ എങ്ങനെയാണ് അവിടെ നിന്നും പുറത്തു കടന്നത്? മാതാവിനെ വെട്ടിക്കൊല്ലാനിടയായ സാഹചര്യം എന്താണ്? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടക്കിയ ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. മകൻ സ്വന്തം അമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരിയിലാണ് ഈ സംഭവം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ സംഭവം. ബംഗളൂരുവിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു മകൻ ആഷിഖ്. 25-കാരനായ ആഷിഖ് അമ്മയെ കാണാനായി വീട്ടിലെത്തിയതായിരുന്നു. അവരുടെ ബന്ധുവീട്ടിലാണ് ഈ സുബൈദ, അവരുടെ അമ്മയായിട്ടുള്ള സുബൈദ ഉണ്ടായിരുന്നത്. 53-കാരിയായിട്ടുള്ള സുബൈദ ഉണ്ടായിരുന്നത്. സുബൈദയുടെ ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഹോദരിയുടെ വീട്ടിലേക്ക് അവരെത്തുകയും അവിടെ ചികിത്സയിൽ തുടരുകയും ചെയ്തിരുന്നത്. അത് വേളയിലാണ് മകൻ ബംഗളൂരിൽ നിന്ന് അമ്മയെ കാണാനെത്തുകയും തുടർന്ന് അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ വിഷയം, ഈ യുവാവ് ഏറെ നാളായിക്കൊണ്ട് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമയായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് ഇടയാക്കിയത് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഈ യുവാവ് 25-കാരനായിട്ടുള്ള ആഷിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. പ്രവിധ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിമൻസ് ഈവനിങ്ങിൽ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെ? മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുക. പ്രവിധ, അതിന്റെ കാരണമാണ് പ്രസക്തം. കാരണം ലഹരിയുടെ ഉപയോഗം. ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമ്മയാണോ, അച്ഛനാണോ, സഹോദരനാണോ, സഹോദരിയാണോ എന്നുള്ള ബോധം മുഴുവൻ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ലഹരി ഉപയോഗത്തിനെതിരായി എല്ലാവരും പ്രവർത്തിക്കണം, സ്വയം ഒരു തീരുമാനം കൂടി എടുക്കണം. ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയിലായിരുന്ന ഒരു അമ്മയാണ് ലഹരിയിൽ ഒരു ബോധവുമില്ലാതെ. എന്തെങ്കിലും പറയാൻ? പ്രേക്ഷകരും അത് തന്നെ പറയുന്നു. ബാബു വി മകൻ അമ്മയെ വെട്ടിക്കൊന്നു. കേരള യുവത്വം ലഹരിയുടെ പിടിയിൽ നിന്ന് എന്നാണ് രക്ഷപ്പെടുക? സ്വന്തം മാതാവിനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മക്കൾ. അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ദുരന്തം തുടരും. നമ്മൾ ഈ ലഹരിക്കെതിരായ ക്യാമ്പയിനൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവയർനെസ് ഒക്കെ. അധികാരികൾ മാത്രമാണോ എന്നുള്ളതും നമുക്ക് സംശയമുണ്ട്. നമ്മുടെ വീടുകളിലും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ താമസിച്ച് വരികയും അവരവരുടെ റൂമിനുള്ളിൽ അടച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ അതൊക്കെ അന്വേഷിക്കണം, എന്താണ് ഇതിന് കാരണം. അപ്പൊ നമ്മുടെ നിലയിലും എല്ലാം നമ്മൾ ഈ അധികാരികളിലേക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ അമ്മ പാവം അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആക്കിയതാണ്. എന്നിട്ടും നോക്കൂ, കഷ്ടമാണ്.